നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത ഏടാണ് ഇന്ത്യ പാക് വിഭജനവും തുടർന്ന് അരങ്ങേറിയ സംഭവ വികാസങ്ങളും. അതൊരു വസ്തുതയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ത്യാഗോജ്ജലമാണ്. നാളെ എന്താവുമെന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനത്തെ ക്യാമ്പസുകൾ. വിഭജന ഭീതി ദിനം നടത്തുമെന്ന നിലപാടിൽ ഗവർണറും സർവകലാശാലകളിൽ ഗവർണറുടെ വിഭജന രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വോട്ടർ പട്ടിക ക്രമക്കേടെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് റായ്ബറേലി, വയനാട് മണ്ഡലങ്ങളിലെ പട്ടിക കാണിച്ച് ബിജെപിയുടെ മറുപടി. ഇരു മണ്ഡലങ്ങളിലും വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തെന്ന് അനുരാഗ് ഠാക്കൂർ. പൗരത്വം കിട്ടുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർത്തെന്നും ആരോപണം. നിഷേധിച്ച് കോൺഗ്രസ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ തൃശൂരിലെത്തി സുരേഷ് ഗോപി MP. സഹായത്തിന് നന്ദിയെന്ന് മാധ്യമങ്ങൾക്ക് പരിഹാസം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രേഖകൾ കൈമാറി VS സുനിൽകുമാർ. കമ്മീഷണർ ഓഫീസിലേക്കുള്ള BJP മാർച്ചിലും MP ഓഫീസിലേക്കുള്ള CPM മാർച്ചിലും സംഘർഷം. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ VC-മാരെ കണ്ടെത്താൻ സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും നിർദ്ദേശം. നാളെ നൽകാമെന്ന് സംസ്ഥാനം. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്തിനെന്ന് കോടതി. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നാളെ വിഭജന ഭീതി ദിനം നടത്തണമെന്ന നിലപാടിൽ ഉറച്ച് ഗവർണർ. പരിപാടി നടത്തില്ലെന്ന് സർക്കാർ. ഗവർണറുടെ നിർദ്ദേശം മതധ്രുവീകരണത്തിന് വഴിവെക്കുന്നതെന്ന് മന്ത്രി R. ബിന്ദു. പരിപാടി നടത്തിയാൽ തടയുമെന്ന് SFI-യും KSU-വും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. തീരുമാനം അറിയിക്കാൻ സെപ്റ്റംബർ 10 വരെ സാവകാശം. അവസാന അവസരമെന്ന് കോടതി. അല്പം കൂടി സാവകാശം വേണമെന്ന് കേന്ദ്രം. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഇനി എല്ലാവർക്കും ഉപയോഗിക്കാം. ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തി ഹൈക്കോടതി. സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ തടയാവൂ എന്നും കോടതി. തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലെ കെട്ടിടം തകർച്ചാഭീതിയിൽ. 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചുവരുകൾ ഉൾപ്പെടെ ദ്രവിച്ചു. മേൽക്കൂരയ്ക്ക് മുകളിൽ ടാർപോളിൻ ഷീറ്റ്. പ്രതിഷേധവുമായി നാട്ടുകാർ. ടോപ്പ് 10 സ്പെഷ്യൽ. ICC ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന രോഹിത് ശർമ്മ. 1ാം സ്ഥാനത്ത് തുടർന്ന് ശുഭ്മാൻ ഗിൽ. യൂറോപ്പ് കീഴടക്കാൻ PSG-യും ടോട്ടൻഹാമും. യുവേഫ സൂപ്പർ കപ്പ് ഫൈനൽ രാത്രി 12:30 മുതൽ. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോനയുടെ മരണം NIA അന്വേഷിക്കണമെന്ന് കുടുംബവും സീറോ മലബാർ സഭയും. DGP-യെ കണ്ട് കേസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് സുരേഷ് ഗോപി MP ഉറപ്പ് നൽകിയെന്ന് സഹോദരൻ. സോനയുടെ വീട് സന്ദർശിച്ച് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. സ്റ്റോറി ഓഫ് ദി ഡേ. നമുക്ക് വേണം ഇതുപോലെ സ്നേഹ സമ്മാനങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥരെ. വോട്ടർ പട്ടിക വിവാദവുമായി രാഹുൽ ഗാന്ധി എത്തിയതിന് പിന്നാലെ സോണിയാഗാന്ധിക്കെതിരെ ആരോപണവുമായി BJP. സോണിയയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും ഇത് നിയമലംഘനമായിരുന്നുവെന്നും BJP ആരോപിക്കുന്നു. വയനാട്, റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്നും നേതാക്കൾ വിമർശിച്ചു. അതേസമയം ആരോപണങ്ങൾ കോൺഗ്രസ് തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാണ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് BJP പ്രതിരോധവുമായി രംഗത്ത് വന്നത്. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് BJP നേതാക്കളുടെ വിമർശനം. റായ്ബറേലി ഉൾപ്പെടെ വയനാട്ടിലും കള്ളവോട്ട് ആരോപണവുമായാണ് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ രംഗത്ത് വന്നത്. റായ്ബറേലി മുഹമ്മദ് കൈഫ് ഖാൻ, ബൂത്ത് നമ്പർ 83, 151, 218, सब जगह इनका नाम है. नाम सेम है, बस बाप का नाम भी सेम है.
तो कैसे निलंबर में, वायनाड में, और वायनाड में तो मुझे भाई साहब श्रीमान राहुल गांधी जी 2 बार चुनाव लड़े, श्रीमती प्रियंका गांधी जी 1 बार चुनाव लड़ी, तो दोनों से मैं पूछता हूं, ये जो नए वोटर की एडिशन हुई है 102, 101 साल, 99 साल, ये नए वोटर है, तो आपने तो 3 बार वोट ले लिया भाई। तो क्या आपने अपने BLA से, अपने पोलिंग बूथ एजेंट से, या आपने वोट मांगे, आपने कभी नहीं देखा? അതിനിടെ BJP IT സെൽ അധ്യക്ഷൻ അമിത് മാളവിയും സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ രാഹുലിനെതിരെയും സോണിയക്കെതിരെയും ആരോപണവുമായി രംഗത്ത് വന്നു. സോണിയയുടെ പേര് ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 1980-ൽ അവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് 3 കൊല്ലം മുമ്പാണെന്ന വിശദീകരണമാണ് പുറത്തുവിട്ടത്. അന്നവർ ഇറ്റാലിയൻ പൗരയായിരുന്നുവെന്നും ആ സമയത്ത് ഗാന്ധി കുടുംബം ജീവിച്ചിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നുവെന്നും BJP ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അക്കാലത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ചെയ്തതെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. मुद्दा क्यों भटका रहे हैं वो? आज उन्होंने कुछ आंकड़े रखे अनुराग ठाकुर ने, तो लोकसभा चुनाव 2024 का फर्जी माना जाए, रद्द कर दिया जाए और नए सिरे से सब राजनीतिक पार्टियां मिलकर इस पे चर्चा करें कि कैसे दुरुस्त किया जाए वोटर लिस्ट को. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ വ്യാജ വോട്ടുകളുണ്ടെന്ന BJPയുടെ ആരോപണത്തിന് മറുപടിയുമായി T. സിദ്ദിഖ് MLA. എല്ലാ അഭ്യാസങ്ങളും BJP പയറ്റിയിട്ടും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് വയനാട്. BJPയുടെ കുതന്ത്ര ആരോപണങ്ങൾ വില പോകില്ലെന്നും T. സിദ്ദിഖ് പറഞ്ഞു. 1,10,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, എല്ലാ അഭ്യാസവും BJP നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയുന്നു. വോട്ട് വിവാദത്തിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരാതിയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ കോടതിയിലോ പരാതി നൽകാം. 10 വർഷം ജനങ്ങളെ ദ്രോഹിച്ച സർക്കാർ ശ്രദ്ധ തിരിക്കാൻ ശ്രമം നടത്തുന്നു. നടക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനുള്ള നാടകമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. 10 കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ, 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിൽ നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നരേന്ദ്രമോദിയും അമിത്ഷായും ഭരിക്കുമ്പോൾ രാജ്യത്ത് നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം അന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേട്ടില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനാധിപത്യത്തെയും ജനഹിതത്തെയും അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ഹീനമായ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് BJP ഇന്ന് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ക്രമക്കേട് സംബന്ധിച്ച വ്യാപക പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. രാവിലെ 9:30 റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് BJP ഒരുക്കിയത്. പോലീസ് സുരക്ഷയോടെയാണ് സുരേഷ് ഗോപിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തെത്തിച്ചത്. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന് പരിഹാസ രൂപേണയുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ മാറി മാറി ചോദിച്ചിട്ടും മറുപടി പറയാതെ അദ്ദേഹം മൗനം പാലിച്ചു. കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ പരിക്കേറ്റവരെ കാണാനാണ് സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത്. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ള പരിക്കേറ്റ BJP നേതാക്കളെ ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഇതിനിടെ ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസരൂപേണയുള്ള മറുപടി മാത്രമാണ് സുരേഷ് ഗോപി നൽകിയത്. തുടർന്ന് MP ഓഫീസിലെത്തിയ അദ്ദേഹം പ്രവർത്തകരുമായി ചർച്ച നടത്തി. ശേഷം പ്രതിഷേധ മാർച്ചിന് പങ്കെടുക്കാതെ മടങ്ങി. അതേസമയം കള്ളപ്രചരണങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞു.
സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. തുടർന്ന് 12 മണിയോടെ BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടർ പട്ടിക വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിലുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ചേരൂരിലെ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാലയിടുകയും ചെയ്തു. മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു. ഇതിന് മറുപടിയെന്നോണം രാത്രി 8 മണിയോടെ BJP പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂരിലെ കള്ളവോട്ട് ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രേഖകൾ കൈമാറി VS സുനിൽകുമാർ. നാളെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരാതി നൽകിയ സുനിൽകുമാറിനോട് കൃത്യമായ തെളിവുകൾ നൽകിയില്ലെങ്കിൽ ശിക്ഷ നേരിടുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ കൈമാറിയത്. അതേസമയം സത്യവാങ്മൂലം നൽകണമെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ ആവശ്യപ്പെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ലെന്നും കമ്മീഷൻ നോട്ടീസ് നൽകിയത് ചട്ടവിരുദ്ധമെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തെളിവിങ്ങോട്ട് കൊണ്ടുവരൂ. തെളിവ് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലടയ്ക്കാനുള്ള അധികാരം കൂടി ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയുന്ന ന്യായം എവിടുത്തെ ന്യായമാണ്? വ്യാജ വോട്ട് വിവാദത്തിൽ സുരേഷ് ഗോപിക്കും പാർട്ടിക്കും ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 11 വോട്ടിന്റെ ആരോപണമല്ല, ഇതുപോലെ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ടിലാകുക എന്നും അദ്ദേഹം പറഞ്ഞു. ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത്. സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. അതിന് സംസ്ഥാന ഗവൺമെൻറ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം. അപ്പോൾ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശ്ശൂരിലെ കാര്യത്തിൽ നടത്തണം. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 11 വോട്ടിൻ്റെ അല്ലല്ലോ ആരോപണം, 11 വോട്ടിൻ്റെ ആണ് ആരോപണം. ഫ്ലാറ്റുകളിൽ വ്യാപകമായി ഫ്ലാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ കണക്ക് തന്നെ 50,000-നും 60,000-നും ഇടയിൽ വോട്ടുകളുണ്ടെന്നുള്ള. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം BJPക്കാണെന്നും അതിനവർ തന്നെയാണ് ഉത്തരം പറയേണ്ടതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുരേഷ് ഗോപി ഒന്നും പ്രതികരിക്കാതെ മൗനത്തിലാണ്. ഇത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, ഗൗരവമുള്ള വിഷയമാണ്. അത് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സമഗ്രമായ അന്വേഷണം വേണമെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ വീട്ടുകാർ, കുടുംബക്കാർ, RSകാർ, BJPക്കാർ അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണല്ലോ ഇപ്പം വന്ന വാർത്ത. നിരവധിയായ രീതിയിൽ ആ വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ രീതിയിലുള്ള തിരുത്തൽ വരുത്തണം. ആവശ്യമായ പരിശോധന നടത്തുകയും വേണം. രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവർ ബോധപൂർവം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് RSകാരെ കൊണ്ടുപോയി അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയാണല്ലോ. ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് BJPക്കാരാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഇടപെടലുമായി സുപ്രീം കോടതി. ഇരു സർവകലാശാലകളിലും സ്ഥിരം VCമാരെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേർ വീതമുള്ള പാനലുകൾ നൽകാൻ സർക്കാരിനോടും ഗവർണറോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതെന്നും കോടതി ചോദിച്ചു. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരായി കേരള സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വാദം കേട്ടത്. ഗവർണറുടെ ഭാഗത്തുനിന്ന് സഹകരണമില്ലെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ശ്രമവുമില്ലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. നിലവിലെ ഗവർണറുടെ ഉത്തരവ് നിയമവിരുദ്ധമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. താൽക്കാലിക VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ UGC ചട്ടമനുസരിച്ച് മാത്രമേ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കൂ എന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് തർക്കമെന്ന് കോടതി ചോദിച്ചു.
തർക്കം ഒഴിവാക്കിയില്ലെങ്കിൽ 5 അംഗ കമ്മിറ്റിയെ കോടതി നിയോഗിക്കാമെന്ന് ജസ്റ്റിസ് പർദിവാല വ്യക്തമാക്കി. ഇതിനായി 5 പേരുകൾ നിർദ്ദേശിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരായാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയായിരുന്നു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാൻ കഴിഞ്ഞ തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ക്യാമ്പസുകളിൽ നാളെ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നതിൽ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു. ക്യാമ്പസുകളിൽ പരിപാടി നടത്തണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുകയാണ്. പരിപാടി നടത്തേണ്ടെന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ എന്ത് ചടങ്ങ് നടന്നാലും തടയുമെന്ന് SFIയും KSUവും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഉറച്ച നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണറുമായി അടുത്തു നിൽക്കുന്ന KTU, കേരള, കണ്ണൂർ സർവകലാശാലയിലെ VCമാർ ഈ നിർദ്ദേശം താഴെ തലങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ദിനാചരണത്തിന്റെ ഭാഗമായി നാടകം, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കണമെന്നാണ് കോളേജുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഗവർണറുടെ നിർദ്ദേശം പാലിക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിൽ ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും കോലം കത്തിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ പങ്കെടുത്ത പരിപാടിയിലേക്ക് ഭരണഘടനയുടെ പകർപ്പുയർത്തി SFI പ്രതിഷേധിച്ചു. വൈസ് ചാൻസലർമാർ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നാളെ കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്താൻ സാധ്യതയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഗവർണറുമായി ചർച്ചയ്ക്കില്ലെന്ന് സർക്കാർ നിലപാടെടുക്കുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പ്രതിഷേധം അറിയിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ നിലപാടാണ് ശരിയെന്ന് സുപ്രീം കോടതി അടിവരയിട്ട് വ്യക്തമാക്കിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ചാണ് ഗവർണർ സുപ്രീം കോടതിയിൽ പോയത്. സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളെന്നും R. ബിന്ദു പറഞ്ഞു. പാനൽ സർക്കാരിന് അനുകൂലമോ എന്നത് അന്തിമഘട്ടത്തിലേ പറയാൻ സാധിക്കൂ. സർക്കാരിന്റെ അഭിപ്രായം നാളെ കോടതിയിൽ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് VC നിയമനം നടത്തേണ്ടത്. വ്യക്തമായി പറഞ്ഞിട്ടും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആലോചിക്കേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണ് എന്ന് സൂചിപ്പിച്ചു. എന്നിട്ടും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും ഈ വകുപ്പുകൾ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നു വേണം പ്രവർത്തിക്കാനെന്ന് പറഞ്ഞു. വിഭജന ഭീതി ദിനാചരണത്തിലൂടെ ഗവർണർ RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറുടെ നടപടി ശരിയല്ല. സർവകലാശാലകളിലെ ഭരണസ്തംഭനത്തിന് ഒരു പരിഹാരമുണ്ടാകണമെന്നും ഗവർണർ ചെയ്യുന്നത് തെറ്റാണെന്ന് ചങ്കുറപ്പോടെ സർക്കാർ പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ്. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭജന ഭീതി പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം BJP നടത്തി. അതിപ്പോ എക്സ്പോസറായി. എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങളതിനെ ശക്തിയായി എതിർക്കും. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനം അറിയിക്കാൻ കേന്ദ്രത്തിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. സെപ്റ്റംബർ 10 തീരുമാനം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഓണത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഇത് അവസാന അവസരമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം പലതവണ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടത്.
എന്നാൽ പലതവണയായിട്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇതിൽ അനുകൂല നിലപാടെടുത്തില്ല. തുടർന്ന് ഹൈക്കോടതി സ്വരം ഘടിപ്പിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഇതിൽ വിശദീകരണം നൽകാമെന്നും പറഞ്ഞത്. ഇതിനുശേഷം കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുത്ത് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോഴും അതുകൊണ്ട് തന്നെ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ വിശദീകരണം കൃത്യമായി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. അല്ലെങ്കിൽ കോടതിക്ക് ഉത്തരവിടാൻ അറിയാമെന്നും കോടതി പറഞ്ഞു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേരള സർക്കാരിനെ മാതൃകയാക്കണമെന്ന് വരെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരെ അനുകൂല നിലപാട് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാടെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കണമെന്ന അന്ത്യശാസനം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയത്. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഹൈക്കോടതി വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ഇതുവരെ അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കർശനമായ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി മാറിയത്. അമൃത ന്യൂസ്, കൊച്ചി. സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ തുടങ്ങിയവരുടെ ശമ്പളമാണ് വർദ്ധിപ്പിക്കുക. നിപ ബാധയേറ്റ് 1.5 വർഷമായി ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനമായി. 3.5 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് എന്നിവരുടെ പ്രതിമാസ ശമ്പളമാണ് വർദ്ധിപ്പിച്ചത്. ഇതിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർക്ക് 87,500 രൂപയിൽ നിന്നും 1,10,10,000 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർക്ക് 75,000 രൂപയിൽ നിന്ന് 95,000 രൂപയായും പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്കർക്ക് 20,000 രൂപയിൽ നിന്ന് 25,000 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. നിപ്പ ബാധിച്ച് അബോധാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 2023 ടിറ്റോ തോമസിന് നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധ ഏറ്റത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ് ടിറ്റോ തോമസ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി. ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകേണ്ടതില്ല എന്ന ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഭേദഗതി. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ തടയാവൂ എന്നും കോടതി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതു ശൗചാലയമാക്കി മാറ്റരുതെന്ന് ഉള്ള ഹൈക്കോടതി ഉത്തരവിൽ ഹൈക്കോടതി തന്നെ ഭേദഗതി വരുത്തി. ഇക്കാര്യത്തിൽ ദേശീയപാതയോർത്തിയുള്ള പമ്പുകളിലെ ശുചിമുറികൾ എല്ലാവർക്കും ഉപയോഗിക്കാമെന്നാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉപയുക്തമാക്കണമെന്നുള്ള സർക്കാർ ഉത്തരവിനെതിരെയാണ് പെട്രോൾ പമ്പ് ഡീലേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകി സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. പിന്നീട് വിശദമായ വാദം കേട്ട ശേഷമാണ് ജസ്റ്റിസ് ഡയസ് ഇക്കാര്യത്തിൽ ഭേദഗതി വരുത്തിയത്. ദേശീയപാതയോരത്തുള്ള പമ്പുകളിലെ ശുചിമുറികൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദേശീയപാതയോരത്തുള്ള പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയമായി കണക്കാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. പെട്രോൾ പമ്പുകളുള്ള സ്ഥലത്ത് പൊതു ശൗചാലയം കൊണ്ടുവരുന്നത് അപകട സാധ്യത ഉണ്ടാക്കുമെന്നായിരുന്നു പമ്പ് ഓണേഴ്സ് അസോസിയേഷന്റെ വാദം. എന്നാൽ ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളും വിശദമായ വാദവും കേട്ട ശേഷം ഹൈക്കോടതി മുൻ ഉത്തരവ് തിരുത്തുകയായിരുന്നു. നിലവിൽ ദേശീയപാതയോരത്തെ പമ്പുകൾ, അവിടെയുള്ള ശുചിമുറികൾ ആർക്കും ഉപയോഗിക്കാം. അത് പൊതു ശൗചാലയമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ടോപ്പ് 10 സ്പെഷ്യൽ റിപ്പോർട്ടിലേക്കാണ്. തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലെ കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് സ്കൂളിലെ LP വിഭാഗം ക്ലാസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ ചുവരുകളടക്കം ദ്രവിച്ച നിലയിലാണ്. ഓടുകൾ തകർന്നതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് ക്ലാസുകൾ നടത്തുന്നത്. സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. തൃശൂർ താന്യം പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായുള്ള LP സ്കൂളാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയും ചുവരുകളും അടക്കം ദ്രവിച്ച നിലയിലാണ്. ഓടിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ടാർപോളിൻ ഷീറ്റുകൾ കെട്ടിയാണ് ക്ലാസുകൾ നടത്തുന്നത്. പുതിയ കെട്ടിടത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ലെന്നും ഫണ്ടില്ലെന്ന് പറഞ്ഞ MLA കൈയൊഴിഞ്ഞുവെന്നും പ്രദേശവാസികൾ പറയുന്നു. 2 ക്ലാസ് റൂമുകൾ ഇന്ന് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഓഡിറ്റോറിയത്തിലും ഒക്കെ ആയിട്ടാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ചുള്ള പല ആവശ്യങ്ങളും ഇവിടുത്തെ PTA സംഘടനയും ഇവിടുത്തെ ഭരണാധികാരിയോട് പലപ്പോഴും പറഞ്ഞെങ്കിലും
അതിലൊന്നും ചെവിക്കൊള്ളാതെ ഇന്ന് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഇന്ന് ഇരുന്ന് പഠിക്കേണ്ട സ്ഥിതിയിൽ എത്തിയിട്ടുള്ളത്. LP, UP, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലടക്കം 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിന്റെ ഒരു ഭാഗമാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. പുതിയ കെട്ടിടം വേണമെന്ന അധ്യാപകരടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അധികാരികൾ കേട്ട ഭാവം നടിക്കുന്നില്ലെന്ന പൂർവ്വ വിദ്യാർത്ഥികളും പറയുന്നു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വന്നു, സ്കൂളുകൾക്കൊക്കെ വളരെ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും വളരെ ആശങ്കയിലാണ്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം ഉണ്ടാക്കി തരാനുള്ളൊരു സംവിധാനം ഇവിടുത്തെ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടത്തിൽ നിന്ന് കുട്ടികളുടെ പഠനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാരും രക്ഷിതാക്കളും പറയുന്നു. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അത്രയധികം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിൽ പിള്ളേരുകൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ മേൽക്കൂരടിഞ്ഞ് വീണതും അതൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ട് വേണം നമുക്കിവിടെ ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയൊരു സംഭവമായി മാറും. അത് എന്നുവെച്ചാൽ വല്ല വിദ്യാർത്ഥികൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാലും ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്നതിന് പകരം ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം ദുരന്തം ആവർത്തിക്കാതിരിക്കാനും ദുരന്തം സംഭവിക്കാതിരിക്കാനും വേണ്ടി മുൻകരുതൽ എന്ന നിലയ്ക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് നടത്തിക്കൊണ്ട് അത് കുട്ടികളുടെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തുവാൻ ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അത് ഞങ്ങൾ പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് അവരാരും തന്നെ അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും പഴക്കം ചെന്ന കെട്ടിടമാണ്. ഈ ടാർപോളിൻ വിരിച്ചാണ് ആ കെട്ടിടം നിലനിൽക്കുന്നത് തന്നെ. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ കെട്ടിടങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. ഈ സാഹചര്യത്തിലെങ്കിലും ഈ സ്കൂളിനൊരു പുതിയ കെട്ടിടം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളത്? തൃശൂർ പെരിങ്ങോട്ടുകരയിലെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കെട്ടിടമാണ്. 100 വർഷത്തോളം അധികം പഴക്കമുള്ള ആ ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഈ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. ഏറ്റവും ഭീകരമായ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇപ്പോഴും ചെറിയ കുട്ടികൾ ഈ ഒരു കെട്ടിടത്തിന് കീഴിലിരുന്ന് അല്ലെങ്കിൽ കെട്ടിടം പ്രവർത്തിക്കുന്ന ആ ഒരു ക്ലാസ്സുകളിൽ തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഈ കെട്ടിടത്തിൻ്റെ ഓട് മുഴുവൻ തകർന്ന് ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് നിലവിൽ ക്ലാസ്സുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്ന് വെള്ളം ഉള്ളിലേക്ക് ഒലിച്ചിറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ക്ലാസ്സുകൾ അവിടെ നിന്നും മാറ്റി മറ്റ് ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റേജിലേക്കോ ഒക്കെ ക്ലാസ്സുകൾ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് അധ്യാപകർ തന്നെ പറയുന്നുണ്ട്. ഇത്രത്തോളം വലിയ പരിതാപകരമായി നിലനിൽക്കുന്ന കെട്ടിടം, 100 വർഷത്തിനപ്പുറം പഴക്കമുള്ള കെട്ടിടം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റി അത് പുതിയ കെട്ടിടം പണിയാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായും ഈ ഒരു പ്രദേശവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴും പഞ്ചായത്ത് കൈയൊഴുകിയാണ്, അവരാരും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. MLAയും ഇത്തരത്തിൽ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇത് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ആവശ്യമായി മാറിയ ഒരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം അത് പുനർനിർമ്മിച്ച നല്ല കെട്ടിടം സുരക്ഷിതമായി പഠിക്കാനുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ശക്തമാവുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്കൊക്കെ ഇറങ്ങാനായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും. തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഉടൻ പുനർനിർമ്മിച്ച് നൽകണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ആവശ്യം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ. പ്രീ പ്രൈമറി വിഭാഗത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ സമീപനം പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ദുരിതത്തിലായത് പ്രധാന അധ്യാപകരും PTA-യുമാണ്. ഒരു സ്കൂളിലെ 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനും ജീവനക്കാരുടെ ഓണറേറിയത്തിനും ആവശ്യമായ തുക സർക്കാർ നൽകുമ്പോൾ അതേ സ്കൂളിലെ തന്നെ പ്രീ പ്രൈമറി വിഭാഗത്തെ ഇതൊന്നും നൽകാതെ തഴയുകയാണ്. 2012 വരെയുള്ളതും അതിനുശേഷമുള്ളതും എന്നിങ്ങനെ 2 വിഭാഗങ്ങളാണ് നിലവിൽ പ്രീ പ്രൈമറിയിലുള്ളത്. 2012 വരെയുള്ള അധ്യാപകർക്കും ആയമാർക്കും കുറഞ്ഞത് 12,000, 7,000 എന്നിങ്ങനെ ക്രമത്തിൽ ഓണറേറിയം സർക്കാർ നൽകുന്നുണ്ട്. ഈ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി പ്രത്യേക തുകയും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ 2012 ശേഷം ആരംഭിച്ചിട്ടുള്ള പ്രീ പ്രൈമറി സ്കൂളുകളിലാകട്ടെ സർക്കാരിൻ്റെ സഹായങ്ങളൊന്നുമില്ല.
PTA നൽകുന്ന ചെറിയ വേതനം മാത്രമാണ് അധ്യാപകർക്കും ആയമാർക്കുമുള്ളത്. കുട്ടികൾക്കാകട്ടെ ഉച്ചഭക്ഷണത്തിനുള്ള തുകയുമില്ല. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സർക്കാർ സൗജന്യമായി നൽകുന്ന ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഇവർക്കുള്ള വിഹിതം കണ്ടെത്തുന്നത്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്താൽ ഒരു സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുക 3000 രൂപ, 1500 രൂപ മുതൽ 5000 രൂപ വരെയാണ്. ഇന്ന് ഈ കാശ് കിട്ടുന്നതുകൊണ്ട് എങ്ങനെ ഒരു ടീച്ചറിൻ്റെ ജീവിതം മുന്നോട്ട് പോകും? അവിടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല. മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പിന്നെ സ്കൂളിലെ HM, PTA ഇങ്ങനെയുള്ള ആളുകളൊക്കെ എടുക്കുന്ന പൈസ അവർ സമൂഹത്തിൻ്റെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾ. അങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പ്രീ പ്രൈമറി ടീച്ചർമാരെ നമുക്ക് സങ്കടം വരും. പക്ഷേ അതിൻ്റെ ബാധ്യത ഈ അധിക ചിലവ് ഏൽക്കേണ്ടി വരുന്നത് പ്രധാന അധ്യാപിക PTA-യുമാണ്. അപ്പോൾ അതാണ് സർക്കാർ വിചാരിച്ച് ഇതിനൊരു പരിഹാരം കാണേണ്ടത്. 2012 ശേഷമുള്ള പ്രീ പ്രൈമറി വിഭാഗത്തിന് സർക്കാർ അംഗീകാരമില്ലാത്തതാണ് പ്രധാന തിരിച്ചടി. ഇതുമൂലം പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു നടപ്പാക്കുന്നതിനും അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതിനും പണം കണ്ടെത്താനാകാത്ത സ്ഥിതിയാണ്. ഇവരെ സംബന്ധിച്ച് പുതുക്കിയ മെനു വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കും. പ്രധാന അധ്യാപകരും PTA-യും ചേർന്ന് പിരിച്ചോ കുട്ടികളുടെ ഫീസിൽ നിന്നോ ആണ് അധിക തുക കണ്ടെത്താറുള്ളത്. പ്രീ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികൾ അതേ സ്കൂളിൽ തന്നെ 1ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നതാണ് പതിവ് രീതി. അതിനാൽ തന്നെ ഈ വിഭാഗത്തെ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കാനും കഴിയില്ല. വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സമരങ്ങൾ പലത് ചെയ്തുമെടുത്തിട്ടും സർക്കാർ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. അമൃത ന്യൂസ്, ആലപ്പുഴ.